മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മത്സ്യം. ചോറിനൊപ്പം ഒരു കഷണം മീനില്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമാകില്ലെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ജീവൻ നിലനിർത്താനും ആരോഗ്യമേകാനും നാം കഴിക്കുന്ന അതേ മത്സ്യം തന്നെ പെട്ടെന്നൊരു നാൾ ജീവനെടുക്കുന്ന കൊലയാളിയായി മാറിയാലോ? അടുത്തിടെ തിരുവനന്തപുരത്തെ നഗരമധ്യത്തിലും അതുപോലെ വിഴിഞ്ഞത്തുമുണ്ടായ ദാരുണമായ സംഭവങ്ങൾ കേരളത്തെയാകെ ഞെട്ടിക്കുന്നതാണ്. വിഴിഞ്ഞത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും മീൻ വിഭവങ്ങൾ കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചതും തിരുവനന്തപുരം നഗരത്തിലെ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ പാരമീൻ കഴിച്ച 3 പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. പകരം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളിലെ വലിയ വീഴ്ചകളിലേക്കും ലാഭക്കുതിയുടെ പേരിൽ മനുഷ്യജീവൻ വെച്ച് പന്താടുന്ന വലിയൊരു മാഫിയയിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മീൻ എങ്ങനെയാണ് മരണകാരണമാകുന്നത്? മീനിൽ എങ്ങനെയാണ് വിഷം കലരുന്നത്? ഐസിൽ ചേർക്കുന്ന അമോണിയ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നീ ചോദ്യങ്ങൾക്കുള്ള ശാസ്ത്രീയവും വസ്തുതാപരമായ ഉത്തരങ്ങൾ ഓരോ ഉപഭോക്താവും അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മത്സ്യം വളരെ വേഗം കേടാകുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. കടലിൽ നിന്നോ കായലിൽ നിന്നോ പിടിച്ചെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മത്സ്യത്തിൽ ജീർണപ്രക്രിയ ആരംഭിക്കുന്നു. കൃത്യമായ താപനിലയിൽ, അതായത് -°C സൂക്ഷിച്ചില്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കുടലിലും ചെകിളയിലുമുള്ള സ്വാഭാവിക ബാക്ടീരിയകൾ അതിവേഗം പെരുകാൻ തുടങ്ങും. മത്സ്യം കഴിക്കുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാരകമായ ടോക്സിനുകളാണ്. തിരുവനന്തപുരത്തെ സംഭവത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പാര പോലെയുള്ള വലിയ മത്സ്യങ്ങളിലും, പ്രത്യേകിച്ച് ചൂര, അയല, കേര തുടങ്ങിയ മത്സ്യങ്ങളിൽ ഹിസ്റ്റിഡിൻ എന്ന അമിനോ ആസിഡ് വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മത്സ്യങ്ങൾ കൃത്യമായി ഐസിട്ട് സൂക്ഷിക്കാതെ പുറത്തു വയ്ക്കുമ്പോൾ ബാക്ടീരിയകൾ ഈ ഹിസ്റ്റിഡിനെ വിഘടിപ്പിച്ച് ഹിസ്റ്റിമിൻ എന്ന രാസവസ്തുവാക്കി മാറ്റുന്നു. ഈ പ്രതിഭാസത്തെ സ്കോംബ്രോയിഡ് പോയ്സണിംഗ് എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഹിസ്റ്റമിൻ ഉയർന്ന അളവിൽ ശരീരത്തെത്തിയാൽ അത് അതിഗുരുതരമായ അലർജിക്ക് സമാനമായ റിയാക്ഷനുകൾ ഉണ്ടാക്കുന്നു. തൊണ്ടയിൽ വീക്കം, ശ്വാസതടസ്സം, അസഹനീയമായ വയറുവേദന, നിർത്താതെയുള്ള ഛർദിയും വയറിളക്കവും എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടർച്ചയായ ഛർദിയും വയറിളക്കവും ശരീരത്തിലെ ജലാംശം പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയും അതുപോലെ രക്തസമ്മർദ്ദം ക്രമാതീതമായി കുറഞ്ഞ് രോഗി ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് മരണം വരെ സംഭവിക്കാം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര നന്നായി വേവിച്ചാലും വറുത്താലും മത്സ്യത്തിൽ രൂപപ്പെട്ട ഹിസ്റ്റമിൻ എന്ന വിഷം നശിച്ചു പോകില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കേടായ മീൻ കറിവെച്ചോ വറുത്തോ കഴിക്കുന്നത് ഒരുപോലെ അപകടകരമാണ്. മത്സ്യത്തിൽ വിഷം കലരുന്നത് പല രീതിയിലാണ്. 1. മനുഷ്യൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ പ്രകൃത്യാ സംഭവിക്കുന്നത്. 2. മനുഷ്യൻ്റെ ലാഭക്കൊതി കാരണം ബോധപൂർവം ചേർക്കപ്പെടുന്നത്. പ്രകൃത്യാ ഉള്ള വിഷബാധകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കടലിലെ ആൽഗകളുമായി ബന്ധപ്പെട്ടതാണ്. ചില പ്രത്യേക സീസണുകളിൽ കടലിൽ വിഷാംശമുള്ള ആൽഗകൾ വ്യാപകമായി വളരാറുണ്ട്. അതിനെ റെഡ് ടൈഡ് പ്രതിഭാസം എന്നാണ് പറയുന്നത്. ചെറിയ മത്സ്യങ്ങൾ ഇവയെ ഭക്ഷിക്കുകയും ആ ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷം വലിയ മത്സ്യങ്ങളുടെ ശരീരത്തിൽ വൻതോതിൽ അടിഞ്ഞുകൂടുന്നു. ഇതിനെ ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. സിഗ്വാറ്ററ പോലെയുള്ള വിഷബാധകൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ വിഷം കലർന്ന മീൻ കഴിച്ചാൽ നാഡീവ്യൂഹത്തെയാണ് അത് ബാധിക്കുക. എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഭക്ഷ്യവിഷബാധകൾക്ക് പിന്നിൽ മനുഷ്യൻ്റെ അശ്രദ്ധയും അത്യാഗ്രഹവുമാണ്. ഹോട്ടലുകളിലും മറ്റും വിൽക്കാൻ വയ്ക്കുന്ന മീനുകളിൽ ബാക്ടീരിയകൾ അണുബാധയുണ്ടാക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വെച്ച് അവ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. ദിവസങ്ങളോളം പഴക്കമുള്ള മീനുകൾ കേടായെന്ന് പുറത്ത് കാണാതിരിക്കാൻ കടുത്ത മസാലകൾ പുരട്ടി ഡീപ് ഫ്രൈ ചെയ്ത് ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രവണത ഹോട്ടലുകളിലുണ്ട്. ഇതിലൂടെ സാൽമണല്ല, വിബ്രിയോ തുടങ്ങിയ മാരകമായ ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിലെത്തുകയും കുടലിൽ അണുബാധയുണ്ടാക്കി മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. മീനിൽ അമോണിയ ചേർക്കുമോ, അത് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന ചോദ്യത്തിന് ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരമാണ് നൽകാനുള്ളത്. അതെ, നമ്മുടെ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന പല മത്സ്യങ്ങളിലും അപകടകരമായ രീതിയിൽ അമോണിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഐസ് പ്ലാന്റുകളിൽ വെള്ളം തണുപ്പിച്ച് ഐസാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു റെഫ്രിജറന്റ് വാതകമാണ് അമോണിയ. പലപ്പോഴും യന്ത്രങ്ങളുടെ തകരാറ് കാരണം ഈ വാതകം ചോർന്ന് ഐസിൽ കലരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മീൻ കേടാകുമ്പോൾ അതിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഈ ദുർഗന്ധം മറച്ചു പിടിക്കാനും മീനിന് ഒരു കൃത്രിമമായ പുതുമ തോന്നിപ്പിക്കാനും വേണ്ടി ചില കച്ചവടക്കാർ ബോധപൂർവം അമോണിയ കലർത്തിയ വെള്ളം ഐസാക്കി മീനിൽ ഉപയോഗിക്കുന്നു. അമോണിയയുടെ രൂക്ഷഗന്ധം മീനിൻ്റെ ചീഞ്ഞ ഗന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കൂടാതെ ചെകിളപ്പൂക്കൾക്ക് നല്ല ചുവന്ന നിറം നൽകാനും ഇത് സഹായിക്കും. ഇത്തരത്തിൽ അമോണിയ കലർന്ന മീൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് അങ്ങേയറ്റം ഹാനികരമാണ്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള അതിശക്തമായ ഒരു രാസവസ്തുവാണ് അമോണിയ. ഇത് വയറ്റിൽ ചെന്നാൽ അന്നനാളത്തിലും ആമാശയത്തിലും പൊള്ളലുകൾ ഉണ്ടാക്കുകയും
കടുത്ത അൾസറിലേക്ക് നയിക്കുകയും ചെയ്യും. ഉയർന്ന അളവിൽ അമോണിയ ഉള്ളിലെത്തിയാൽ തലകറക്കം, ശ്വാസതടസ്സം, കടുത്ത ഛർദി എന്നിവ ഉണ്ടാക്കുകയും ആന്തരിക അവയവങ്ങളായ കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനങ്ങളെ അത് എന്നേക്കുമായി തകരാറിലാക്കുകയും ചെയ്യും. അമോണിയയ്ക്ക് പുറമെ മനുഷ്യ ശരീരങ്ങൾ അഴുകാതിരിക്കാൻ മോർച്ചറികളിൽ ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന കൊടും വിഷവും മീനുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നവയാണ്. മത്സ്യവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. മീൻ നന്നായി വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിൽ വറുത്തെടുത്താൽ അതിലെ സകല വിഷവും നശിച്ചു പോകും എന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ചൂടാക്കുമ്പോൾ ബാക്ടീരിയകൾ നശിച്ചേക്കാം. പക്ഷേ ബാക്ടീരിയകൾ നേരത്തെ തന്നെ ഉൽപ്പാദിപ്പിച്ചു വെച്ചിട്ടുള്ള ഹിസ്റ്റമിൻ പോലെയുള്ള ടോക്സിനുകളോ മീനിൽ ചേർത്തിട്ടുള്ള അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കളോ എത്ര ഉയർന്ന താപനിലയിലും നശിച്ചു പോവില്ല. അവ അതേപടി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വില കൂടിയ മീനുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും എന്നതും മറ്റൊരു അബദ്ധധാരണയാണ്. പാര, നെയ്മീൻ തുടങ്ങിയ വില കൂടിയ മത്സ്യങ്ങൾ പെട്ടെന്ന് വിറ്റുപോയില്ലെങ്കിൽ അവ ദിവസങ്ങളോളം രാസവസ്തുക്കൾ ചേർത്ത് സൂക്ഷിക്കാനുള്ള പ്രവണത കച്ചവടക്കാർക്കിടയിൽ കൂടുതലാണ്. വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും വാർത്തകൾ നൽകുന്ന പാഠം വളരെ വലുതാണ്. കടലിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ആഹാരത്തെ കൊടിയ വിഷമാക്കി മാറ്റുന്നത് നമ്മുടെ വികലമായ വിതരണ ശൃംഖലയും ഒരു വിഭാഗം ആളുകളുടെ പണത്തോടുള്ള ആർത്തിയുമാണ്. ഇതിനെതിരെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ പരിശോധനകൾ നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പേരിന് മാത്രം പരിശോധനകൾ നടത്തിയാൽ പോരാ, മറിച്ച് രാസവസ്തുക്കൾ ചേർക്കുന്ന ഐസ് പ്ലാന്റുകളുടെയും മൊത്ത വിതരണക്കാരുടെയും ലൈസൻസിംഗ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കണം. ഉപഭോക്താക്കൾ എന്ന നിലയിൽ നാമും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടോ, ചെകിളയ്ക്ക് സ്വാഭാവികമായ ചുവപ്പ് നിറമുണ്ടോ, മാംസം അമർത്തി നോക്കിയാൽ പഴയപടി തിരികെ വരുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അമോണിയയുടെയോ മരുന്നുകളുടെയോ അസ്വാഭാവികമായ ഗന്ധം അനുഭവപ്പെട്ടാൽ ആ മത്സ്യം ഒഴിവാക്കുക. ഹോട്ടലുകളിൽ നിന്നും മീൻ വിഭവങ്ങൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡീപ് ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ കടുത്ത മസാലകളുള്ളതോ ആയ വിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഭക്ഷണം എന്നത് ജീവൻ നിലനിർത്താനുള്ളതാണ്, അല്ലാതെ അത് ജീവനെടുക്കാനുള്ള ഒരു കാരണമായി മാറരുത്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തീൻമേശയിലെ ഈ അദൃശ്യനായ കൊലയാളിയെ നമുക്ക് പടികടത്താവുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.